ഡോക്ടർ, ഞാൻ സാധാരണ കേട്ടിട്ടുള്ളത് PRP ട്രീറ്റ്മെന്റ്, ഈ ഹെയർ ലോസിനൊക്കെ സാധാരണ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും PRP നല്ല പരിചിതമാണ്. അപ്പൊ ഈ PRPയും നോക്കുമ്പോൾ സ്റ്റെം സെൽ തെറാപ്പിയോ ഏതാണ് ബെറ്റർ? എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരിക? ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് അറിയേണ്ടത്, താങ്കൾ ചോദിച്ചൊരു PRP തെറാപ്പിനെ കുറിച്ചിട്ടും അത് ഹെയറിന്റെ കണ്ടീഷനാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തോപെഡിഷനാണ്. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട എന്താണ്, ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ ഫീൽഡ്സ്. ഓർത്തോപെഡിക്സിൽ യൂസ് ചെയ്യാം, ഡെർമറ്റോളജിയിൽ യൂസ് ചെയ്യാം, ഗൈനക്കോളജിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഒഫ്താൽമോളജിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്യാസ്ട്രോഎൻട്രോളജിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക് സർജറിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഡയബറ്റിക് അൾസേഴ്സിന്, ഷുഗർ വന്നിട്ടുള്ള മുറിവ് ഉണങ്ങാത്ത കണ്ടീഷനിൽ യൂസ് ചെയ്യാം. അപ്പം ഇഷ്ടംപോലെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇനി എന്താണ് PRP, ഇനി വേറെന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. ഈ ബ്ലഡിൽ നിന്നുള്ള കുറെ കോമ്പണൻസ് ഉണ്ട്. ബ്ലഡിൽ നിന്ന് ഒന്നുള്ളത് PRP എന്ന് പറയുന്നു, പിന്നെ ACS എന്ന് പറയുന്നുണ്ട്, ഗോൾഡിക് എന്ന് പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓർത്തോജൻ P എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം വേറെ വേറെ. ഇതിൽ ഏറ്റവും പൊട്ടൻഷ്യൽ LAയിൽ ഏറ്റവും കുറവുള്ള സാധനമാണ് സാധാരണ PRP എന്ന് പറയുന്നത്. കാരണം അതിന് എത്ര ബില്യൺ സെൽസ് ഉണ്ടെന്ന് കൗണ്ടില്ല. അത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഒത്തന്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല. പ്രീ കോൾഡ് മെഷീൻ വേണമെന്നുണ്ട്, അതിന് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം, ഡബിൾ സ്പിൻ എന്ന് പറയുന്നുണ്ട്, ക്ലോസ് സിസ്റ്റം വേണമെന്നുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര ഈൽഡ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതെല്ലാം വ്യത്യാസമാണ് ഒരേ കണ്ടീഷനും. ഇതൊന്നും നോക്കാതെ കസ്റ്റമായിട്ട് ചെയ്യുന്ന സാധനമാണ് PRP എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ PRP ഇസ് ഡിഫറെൻറ്റ്. ഇനി ACS എന്ന് പറയുന്നുണ്ട്, അതൊക്കെ അഡ്വാൻസ്ഡാണ്. ഓട്ടോലോഗസ് കണ്ടീഷൻഡ് സിറം എന്ന് പറയും, അല്ലെങ്കിൽ ഗോൾഡിക് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം വ്യത്യാസങ്ങളാണ്. ഇതെല്ലാം ബ്ലഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റീജനറേറ്റീവ് മെഡിസിൻ ആണ്. ഇനി അത് ഹെയറിന് ഇതൊന്നുമല്ലാതെ നമ്മൾക്ക് എക്സോസോം എന്ന് പറയുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. അത് എക്സോസോംസ് ആണ് ഈ റീജനറേറ്റീവ് മെഡിസിനിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിനേക്കാളൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് സ്റ്റെം സെൽ തെറാപ്പി. PRP സാധാരണ ഒരു ബോംബാണെങ്കിൽ ഒരു ആറ്റം ബോംബാണ് സ്റ്റെം സെൽ എന്ന് പറയുന്നത്. ഇതാണ് ബേസിക്, ഒരു എളുപ്പത്തിൽ മനസ്സിലാവാൻ ഒരു ഡെഫിനറ്റ്ലി. ആൻഡ് നമ്പർ ഓഫ് സിറ്റിംഗ്സ് എന്ന് പറയും. സ്റ്റെം സെല്ല് നമ്മൾക്ക് ഒരു സിറ്റിംഗ് മതിയാവും. PRP അല്ലെങ്കിൽ വേറെ ഏത് ടൈപ്പ് ഓഫ് ബ്ലഡിൽ നിന്നുള്ളതൊക്കെ ആണെങ്കിൽ മൾട്ടിപ്പിൾ സിറ്റിംഗ്സ് വേണ്ടി വരാം. ആൻഡ് എഫിക്കസി ഈസ് ലെസ്. സ്റ്റെം സെല്ലിന് ഒറ്റ സിറ്റിംഗിൽ അതിനേക്കാളും ഒത്തിരി എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടും.